കൈതക്കോട് മാർ ബസേലിയോസ് സ്കൂൾ വാർഷികത്തിൽ അഭിവന്ദ്യ ജോഷ്വ മാർ ഇഗ്നാത്തിയോസ് പിതാവ് നടത്തിയ പ്രസംഗം സദ്ഗമയ എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ അറിവും തിരിച്ചറിവും നമുക്കുണ്ടാകണം. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയുവാനുള്ള പഠനം നിങ്ങൾക്കുണ്ടാകണം. ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ബുദ്ധിയെ വികസിപ്പിച്ച് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ ഉൾപ്പെട്ട സമൂഹത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും മുമ്പിൽ സത്യമേവ ജയതേ, ദ ട്രൂത്ത് ഷാൽ സെറ്റ് യു ഫ്രീ, സത്യം എപ്പോഴും വിജയിക്കും എന്നുള്ള ഉന്നതമായ ലക്ഷ്യത്തോടു കൂടി വഴിയും സത്യവും ജീവനുമായ ഈശ്വരൻ്റെ മക്കളെന്നുള്ള നിലയിൽ അവിടുന്ന് നമുക്ക് കാണിച്ചിരുന്ന വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് സത്യത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനും നമുക്ക് കഴിയണം. രണ്ടാമതായിട്ട് തമസോമ ജ്യോതിർഗമയ, lead kindly light amidst the encircling gloom. ചുറ്റുപാടും നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അന്ധകാര നിബിഡമായ ഒരു സമൂഹത്തെ കാണുവാൻ കഴിയും. ഡയോജനസ് എന്ന് പറയുന്ന ഒരു വലിയ ചിന്തകൻ നട്ടുച്ച നേരത്ത് ഒരു റാന്തൽ വിളക്കുമായി തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ആളുകളൊക്കെ ചിന്തിച്ചു, ഈ മനുഷ്യന് ഭ്രാന്തായിരിക്കാം. നട്ടുച്ച നേരത്ത് റാന്തൽ വിളക്കുമായി തെരുവിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ. എന്നാൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്, ഈ നട്ടുച്ച നേരത്തും അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ അരങ്ങേറിക്കൊണ്ട് ഈ സമൂഹത്തിൽ എന്തുമാകാമെന്ന് ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ, കുഞ്ഞെ, ദൈവത്തെ മറന്ന് പ്രവർത്തിക്കരുത്. നീ എവിടെയാണെങ്കിലും ദൈവം നിന്നോടുകൂടിയുണ്ട്. ആ ദൈവം പ്രകാശമാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവൻ്റെ മുഖം ദർശിച്ചവർ ലജ്ജിച്ചില്ല. അഭിമാനത്തോടുകൂടി ആ നിത്യപ്രകാശത്തിൽ നിന്ന് പ്രകാശമേറ്റുവാങ്ങിക്കൊണ്ട് അന്ധകാരം ബാധിച്ചിരിക്കുന്ന സമസ്ത മേഖലകളെയും പ്രകാശിപ്പിക്കുക. സൂര്യനിൽ നിന്ന് ചന്ദ്രൻ പ്രകാശമേറ്റുവാങ്ങി രാത്രിയിൽ ശോഭിക്കുന്നത് പോലെ നീതി സൂര്യനായ നിത്യസൂര്യനായ ദൈവത്തിൽ നിന്ന് പ്രകാശമേറ്റുവാങ്ങി ഇന്നത്തെ സമൂഹത്തിൽ, അന്ധകാര നിബിഡമായ സമൂഹത്തിൽ പ്രകാശം പകർന്നു കൊടുക്കുക എന്നുള്ളത് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. മൂന്നാമതായി മൃത്യോമ അമൃതം ഗമയ, ലീഡേഴ്സ് ഫ്രം ഡെത്ത് ടു ഇമ്മോർട്ടാലിറ്റി. മരണസംസ്കാരം അറിഞ്ഞോ അറിയാതെയോ ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കൈതക്കോട്ട കുഞ്ഞുങ്ങളൊക്കെ നല്ല കുഞ്ഞുങ്ങളാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ ഈ MDM എന്ന് പറയുന്ന രാസമയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്ന് ആശങ്കപ്പെടുവാൻ ധാരാളം സാധ്യതകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പലിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഉൾക്കടലിൽ എത്തിക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പലിൽ മയക്കുമരുന്ന് കൊണ്ടുവന്ന് ഉൾക്കടലിൽ എത്തിക്കുമ്പോൾ കൊച്ചു വള്ളങ്ങൾ പോയി അത് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് തീരപ്രദേശത്ത്
എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെയുള്ളവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കരയ്ക്കെത്തിച്ച് അത് വിൽക്കുവാൻ സ്കൂൾ കുഞ്ഞുങ്ങളെ വരെ ഏജൻറ്റുകളാക്കി മാറ്റുന്ന സംഭവവും, അത് ഉപയോഗിക്കുവാൻ ഫ്രീ ആയി മുട്ടായി രൂപത്തിലൊക്കെ കൊടുത്തുകൊണ്ട് 1-2 ദിവസം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അതിനോട് വലിയ ആഭിമുഖ്യം പുലർത്തുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സമൂഹങ്ങളിൽ കാണുന്ന അരാജകത്വം എന്ന് പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം കൂടി വരുന്നു എന്നുള്ളതാണ്. ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ അവൻ്റെ ബുദ്ധിയും ശക്തിയും ശേഷിയും ശേമുഷിയും വളർത്തിയെടുത്തുകൊണ്ട് സമൂഹത്തിലെ ഈ മരണസംസ്കാരത്തിൽ നിന്ന് ഒരു സമൂഹത്തെ മോചിപ്പിച്ച് അനന്ത സാധ്യതകളോടുകൂടി ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന ഓരോ കുഞ്ഞും ഈശ്വരൻ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപം എന്താണെന്ന് കണ്ടെത്തുവാൻ ആ കുഞ്ഞ് അവൻ്റെ മാതാപിതാക്കളോട് ചേർന്ന് നിന്നുകൊണ്ട്, വന്യഗുരുഭൂതരോട് ചേർന്ന് നിന്നുകൊണ്ട്, സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറയുന്നത് പോലെ എവിടെ മനുഷ്യൻ ശിരസ്സുയർത്തി അഭിമാനത്തോടെ നിൽക്കുവാൻ കഴിയുന്നുവോ, where the head is held high, where the mind is free from fear, into that heaven of freedom, my Father, let my country awake. ഈശ്വര, എവിടെ ശിരസ്സുയർത്തി അഭിമാനത്തോടെ ഞാനൊരു കേരളീയനാണെന്ന് പറയുവാൻ, ഞാനൊരു ഭാരതീയ പൗരനാണെന്ന് പറയുവാൻ, ലോകത്തിൻ്റെ മുമ്പിൽ ഇന്നലെ ചെസ് ചാമ്പ്യനായി മാറിയ ഗുകേഷിനെ പോലെ അഭിമാനത്തോടെ നിൽക്കുവാൻ കഴിയുന്ന ഒരു മഹത്തായ സംസ്കാരത്തിലേക്ക്, മനുഷ്യൻ്റെ മനസ്സിൽ ഭയമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെയും എൻ്റെ ജനത്തെയും ഉണർത്തണമേ എന്ന് ടാഗോർ പ്രാർത്ഥിച്ചതുപോലെ അഭിമാനത്തോടെ നിൽക്കുവാൻ കഴിയുന്ന വ്യക്തികളായി, സമൂഹത്തിൻ്റെ അഭിമാനമായി, ലോകത്തിൻ്റെ അഭിമാനമായി മാറുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മാർ ബസേലിയസ് സ്കൂൾ, കൈതക്കോട് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇന്ന് നടത്തി വരുന്നത്. നമ്മുടെ കലാലയങ്ങളിൽ എന്താണ് കൊടുക്കേണ്ടത്, എന്താണ് മനുഷ്യത്വമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. മനുഷ്യനും മൃഗവുമായിട്ടുള്ള വ്യത്യാസം തിരിച്ചറിയുവാൻ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ടാകണം. മൃഗീയമായ വാസനകൾ വളർത്തിയെടുത്ത് നന്മയുടേതായ അംശങ്ങളൊക്കെ നശിപ്പിച്ച് സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ സ്കൂള് ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല നിലയിൽ വളർന്നു വന്നുകൊണ്ട് അവരുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ലോകത്തിൻ്റെയും മുൻപന്തിയിൽ നിൽക്കുന്നവരായി മാറണം എന്നുള്ളത്. കുറേ സമയങ്ങൾക്ക് മുമ്പ് ഇവിടെ റോബോട്ടിക്കിൻ്റെ പെർഫോമൻസൊക്കെ നമ്മൾ കണ്ടു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ പിന്നെ അധ്യാപകരുടെ ആവശ്യം എന്താണ്? ഇതൊക്കെ കമ്പ്യൂട്ടറും മൊബൈലും മറ്റ് രീതിയിലുമൊക്കെ അവൈലബിൾ ആയിരിക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെയൊക്കെ റോൾ എന്താണ്? അറിവ് ലഭിക്കുവാൻ ധാരാളം സാധ്യതകൾ ഇന്നത്തെ ലോകത്തിലുണ്ട്. എന്നാൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിൻ്റെയും വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ കഴിയുന്നത് അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കാണ്. ഗൂഗിള് നിങ്ങൾക്ക് ആവശ്യമുള്ള അറിവൊക്കെ നൽകും, കമ്പ്യൂട്ടർ നൽകും, റോബോട്ടിക്കിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. എന്നാൽ ഇന്നലകളെയും ഇന്നിനെയും നാളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചരിത്രത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ
ചരിത്ര പുരുഷന്മാരായി മാറുവാൻ, ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. സയൻസും ചരിത്രവും മാത്തമാറ്റിക്സും കമ്പ്യൂട്ടറും ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാകാം. ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് ജീവിതത്തെ കണക്ക് കൂട്ടുവാൻ പഠിക്കുന്ന കുഞ്ഞുങ്ങളായി നിങ്ങൾ മാറണം. അതിന് എപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ട് കണക്ക് കൂട്ടുന്ന കുട്ടികളായി മാറരുത്. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പണ്ട് എഞ്ചുപടി വെച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെയൊക്കെ സ്ഥാനം നമ്മൾ കാൽക്കുലേറ്ററിനും കമ്പ്യൂട്ടറിനും ഒക്കെ കൊടുത്തിട്ടിങ്ങനെ ഇരുന്നാൽ പിന്നെ നിനക്ക് തന്ന കഴിവൊക്കെ എങ്ങനെയാണ് നീ വളർത്തിയെടുക്കുന്നത്? ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു വിദ്യാഭ്യാസം സ്വീകരിച്ച ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട ലിബിൻ രാജ് IAS. അദ്ദേഹം പത്തനംതിട്ട നാരങ്ങാനം സ്വദേശിയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. ഒരു IASകാരനാകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോഴല്ല. കുറേയെല്ലാം കഴിഞ്ഞ് ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യത്തിൽ ചെറുപ്രായത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 9 വയസ്സുള്ളപ്പോൾ ലിബിൻ രാജിൻ്റെ കണ്ണിലൊരു കോമ്പസ് കുത്തി കാഴ്ച അന്ന് വേണ്ട ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ റിക്കവർ ചെയ്യുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ വേണ്ട ചികിത്സ ലഭിക്കാതെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി. പക്ഷേ ലിബിൻ രാജ് ഒരു കണ്ണിൻ്റെ കാഴ്ച പോയപ്പോൾ ഉൾക്കാഴ്ചയുള്ളവനായി മാറി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്ഥിതിക്ക് പ്രധാനമായ കാരണം. ജീവിതം ഒരു വിളിയാണ്, ഒരു വെല്ലുവിളിയാണ്. ലൈഫ് ഈസ് എ ചലഞ്ച്, യു ഫേസ് ഇറ്റ് ബോൾഡ്ലി. ജീവിതം ഒരു വിളിയാണ്, വെല്ലുവിളിയാണ്. അതിനെ സധൈര്യം നേരിടുക. പഠിച്ച കാലഘട്ടത്തിൽ പരാജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആ പരാജയങ്ങളിൽ അടിപതറാതെ കഠിനാധ്വാനത്തിലൂടെ സ്ഥിരോത്സാഹത്തിലൂടെ മുൻപന്തിയിലേക്ക് കടന്നു വന്ന് മാർ ഇവാനിയോസ് കോളേജ് തിരുവനന്തപുരത്ത് അദ്ദേഹം പഠനം നടത്തിയ ആ കാലഘട്ടം അഡ്മിനിസ്ട്രേഷനെക്കുറിച്ചും കമ്പ്യൂട്ടറിനെക്കുറിച്ചുമൊക്കെ നല്ല പഠനം നടത്തിയ അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായി പ്രവേശിക്കുന്നു. മറ്റൊരു ബാങ്കിലേക്ക് പോകുന്നു. നല്ല നിലവാരത്തിൽ അദ്ദേഹം ജീവിച്ചപ്പോൾ ജീവിതത്തെ കണക്കുകൂട്ടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളത് തൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഒരു IASകാരനാകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. അത് സാധ്യമല്ല എന്ന് മറ്റുള്ളവരൊക്കെ വിധി എഴുതി. അതിനെ അതിജീവിച്ചുകൊണ്ട് എന്തുകൊണ്ടായിക്കൂടാ എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹം അതൊരു വെല്ലുവിളിയായി എടുത്തുകൊണ്ട് പഠിച്ച് ഒരു IAS ഓഫീസറായി മാറി. കേരള ഇന്ത്യ സംസ്ഥാനത്തിലെ 234ാമത് റാങ്കിൽ IAS എടുത്ത വ്യക്തിയാണ് പ്രിയപ്പെട്ട ലിബിൻ രാജ്. അപ്പോൾ നമുക്ക് ഇമ്പോസിബിൾ എന്നൊരു വാക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഐ ക്യാൻ ഡു എവറിത്തിങ് ത്രൂ ഹിം ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ വരേണ്ടത്. നിങ്ങളുടെ കലാപരിപാടികളൊക്കെ കാണുമ്പോൾ എന്തുമാത്രം കഴിവുകളാണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ ഇതൊക്കെ ആങ്കർ ചെയ്യുന്ന കുട്ടികളൊക്കെ വന്ന് നല്ല ധീരതയോടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇത്രയേറെ കഴിവുകളുള്ള കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാൻ ഈ കലാലയത്തിലൂടെ സാധിക്കുന്നു. അവരുടെ മാതാപിതാക്കളുടെ പരിശ്രമം, ഗുരുജനങ്ങളുടെ പരിശ്രമം, മാനേജ്മെൻറ്റിൻ്റെ സഹകരണം, നാട്ടുകാരുടെ സഹകരണം, ഇതൊക്കെയാണ് ഈ നിലയിലേക്ക് അവരെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും കഴിവുകൾ വളർത്തിയെടുക്കുക.
അങ്ങനെ ഓരോരുത്തരുടെയും കഴിവുകൾ വളർത്തിയെടുക്കുമ്പോൾ നന്മയുടെ അംശം ഇന്നത്തെ സമൂഹത്തിൽ വിതറുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ നന്മ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു നന്മയുള്ള രാജ്യത്തെ കെട്ടിപ്പടുക്കുവാൻ കഴിയണം. അങ്ങനെ നിങ്ങളൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ ഐ ആം പ്രൗഡ് ഓഫ് ബീയിങ് എ സ്റ്റുഡൻറ്റ് ഓഫ് മാർ ബസേലിയോ സ്കൂൾ കൈതക്കോട് എന്നും ലെറ്റ് കൈതക്കോട് മാർ ബസേലിയോ സ്കൂൾ ബി പ്രൗഡ് ഓഫ് മീ എന്നും പറയുവാൻ തക്കതുപോലെയുള്ള ഒരു ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.